നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും ഉണ്ടായിട്ടും നിരവധി ചെറുപ്പക്കാർ സ്വയം തൊഴിൽ എന്ന നിലയിലാണ് പെയിന്റിംഗ് മേഖലയിലേക്ക് കടന്നുവരുന്നതെന്നും ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നും എം.എ. കരീം പെയിന്റിംഗ് തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷനും ഐഡന്റിറ്റി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭ്യസ്തവിദ്യരും അല്ലാത്തവരുമായി ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരുള്ള നമ്മുടെ സംസ്ഥാനത്ത് സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവനം നടത്താൻ മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് എം.എ. കരീം അഭിപ്രായപ്പെട്ടു. എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ്, എല്ലാവിധത്തിലും ക്വാളിറ്റി ഉള്ളവരാണ്, വളരെ സംസ്കാര സമ്പന്നരാണ്, അവർ വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഒരു സിവിൽ സർവീസിൽ പോലും ജോലി ചെയ്യാൻ കഴിവുള്ളവരാണ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വരേണ്ടി വന്ന ഈ സാഹചര്യമാണെങ്കിൽ ഇവിടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 11ാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ ചേർന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയാണ്. സർക്കാർ ജോലി ലഭിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും ഉണ്ടായിട്ടും നിരവധി ചെറുപ്പക്കാർ സ്വയം തൊഴിൽ എന്ന നിലയിലാണ് പെയിന്റിംഗ് മേഖലയിലേക്ക് കടന്നുവരുന്നതെന്നും ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണം. പെയിന്റിംഗ് തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ 11ാമത്തെ കാറ്റഗറിയാണ്. നിർമ്മാണ മേഖലയിലെ 30 ലക്ഷം തൊഴിലാളികളിൽ 10 ലക്ഷത്തോളം പെയിന്റിംഗ് മേഖലയിലെ തൊഴിലാളികളാണെന്നും ഫെബ്രുവരി 5 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും എം.എ. കരീം പറഞ്ഞു. പെയിന്റിംഗ് തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷനും ഐഡന്റിറ്റി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉസ്മാൻ പരിയാരം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അട്ടേരി ID കാർഡ് വിതരണം ചെയ്തു. STU ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞു പന്നിയൂർ, ജനറൽ സെക്രട്ടറി PP നാസർ, ബുർഹാനുദ്ദീൻ, നിസാർ മയിൽ, അബ്ദുറഹ്മാൻ കുട്ടി ചമ്മാട്, യൂസുഫ് മൂഴിയൻ കരിപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.